ഇന്ന് ഞാൻ പൊന്നു ചിങ്ങമാസത്തിലെ ഓണത്തിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓണം എന്ന് പറഞ്ഞാൽ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആഘോഷിക്കുന്ന ഒന്നല്ല. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണം സമൃദ്ധിയുടെ ഉത്സവമാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു മാസമാണ്. അതിനുശേഷം വരുന്ന കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങം 1 മുതലാണ്. ആ സമ്പന്നമായ സമയമാണ്. ആ സമയങ്ങളിലാണ് വിളവെടുപ്പൊക്കെ നടക്കുന്നത്. ഇതുപോലെയുള്ള ഉത്സവങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അത് ഓണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓണം 10 ദിവസമാണ് ആഘോഷിക്കുന്നത്. അത്തം മുതൽ തിരുവോണം വരെ, ഉത്രാടം വരെ പൂക്കളം മുറ്റത്ത് ചാണകം മെഴുകി മനോഹരമായ പൂക്കളം തീർക്കുന്നു. അതും നമ്മൾ വളപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വേലികളിൽ നിന്ന് കിട്ടുന്ന നാടൻ പൂക്കളാണ് ഉപയോഗിക്കാറ്. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് കൃത്രിമമായ പൂക്കളാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ മാറ്റത്തിൻ്റെ ഒരു കാര്യം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നാടൻ പൂക്കൾ ഇറക്കാൻ അന്നൊക്കെ ആദ്യമൊക്കെ പൂവട്ടിയുണ്ട്. സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പൂവട്ടി കൊണ്ടാണ് അത് അറക്കാൻ പോവാൻ. തലേ ദിവസം തന്നെ അറുത്ത് വയ്ക്കും. അത് ചേമ്പിൻ്റെ ഇലകളിൽ അറുത്ത് വെച്ച് വെള്ളം തളിച്ച് വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്കത് മുറ്റത്ത് മനോഹരമായ രീതിയിൽ അത് ഇടാൻ സാധിക്കും. ആദ്യം മൂലം വരെയുള്ള പൂക്കളം വട്ടത്തിലായിരിക്കും. മൂലത്തുനാൾ മാത്രമാണ് ചതുരത്തിൽ പൂക്കളം ഇടുന്നത്. ഉത്രാടം വരെയാണ് പൂക്കളം തുടർന്നു ഇടുന്നത്. ഉത്രാടത്തുനാൾ ഉത്രാടപല്ലി എന്ന് പറയുന്നു. മൂലത്തുനാളാണ് മൂലമേറ് കയറ്റുന്നത്. അത് കാർഷിക കുടുംബങ്ങളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. മൂലമേറ് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷികമായ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും, കരി, നുകം മുതലായ സാധനങ്ങളൊക്കെ എടുത്തു വച്ചതിന് ശേഷം ആർപ്പ് വിളിച്ചിട്ട് അതോടുകൂടി കൃഷിപ്പണി നിർത്തുന്നു. കൃഷിപ്പണി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാലോണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പാടത്തേക്ക് കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങുന്നത്. അതുവരെ ഈ സാധനങ്ങൾ നമ്മൾ സുരക്ഷിതമായി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉത്രാടത്തിന് മൂലത്തുനിന്ന് നെല്ല് തൊടാൻ പാടില്ല. മൂലമേറിയിട്ട് കഴിഞ്ഞാൽ നെല്ലോ കാർഷിക വിളകളോ ഒന്നും തൊടാൻ പാടില്ല. എങ്കിലും ഉത്രാടത്തുനിന്ന് ഉത്രാടവല്ലി ഇളക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. പണിക്ക് വരുന്നവർക്കൊക്കെ ഉത്രാടത്തിൻ്റെ അന്ന് ആ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം വസ്തുതകളാണുള്ളത് അതെല്ലാത്തിനും ഒരു ഭാഗം പണിക്കാർക്കുള്ളതാണ്. അവർക്ക് നെല്ല് വരെ അവർക്ക് കൊടുക്കണം. അതാണ് ഉത്രാടത്തിൽ നടക്കുന്ന ഉത്രാടവല്ലി എന്ന് പറയുന്ന ആഘോഷം. പിന്നെ തിരുവോണമാണ്. തിരുവോണത്തിനാൾ വെളുപ്പാങ്കാലത്താണ് തൃക്കാക്കരപ്പനെ വെക്കണത്. ഞങ്ങൾ തൃശ്ശൂരിലൊക്കെ അങ്ങനെയാണ്. പലരും ഉത്രാടത്തുനിന്ന് വൈകുന്നേരം നേരത്ത് വെക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ തിരുവോണത്തിന് അതിരാവിലെ എണീറ്റതിന് ശേഷമാണ് തൃക്കാരപ്പനെ വെക്കുന്നത്. അന്ന് മുതലാണ്, ഉത്രാടം മുതൽക്ക് തന്നെ വിശേഷങ്ങൾ തുടങ്ങുകയായി. ഉത്രാടത്തിനാളാണ്. അതുപോലെ ഓണം വയ്ക്കുന്നതിന് വേണ്ടി പലരും വരും. കത്തി, അതുപോലെ മടിശീല, അത് ഓരോ ജാതിക്കാർ ഓരോ തരത്തിലുള്ള വസ്തുക്കളാണ് കൊണ്ടുവരിക. അങ്ങനെ വ്യത്യസ്ത ജാതിക്കാർ വ്യത്യസ്ത തരത്തിലുള്ള ഓണം വയ്ക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരും. പലമുട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അവർക്കൊക്കെ അതിന് ഈനായത്തിന് അർഹതകളുണ്ട്. അന്നുള്ള ഓണമല്ല ഇന്നത്തെ ഓണം. ഇന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകളിലായി. കൃഷി എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതുണ്ടായി. കാർഷിക മേഖല ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ജനങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഓണ
എന്താണ്, ഓണക്കളി എന്താണെന്ന് ചോദിച്ചാൽ അറിയാത്തൊരവസ്ഥയിലായി. ഇന്നത്തെ കുട്ടികൾ വിരൽത്തുമ്പിൽ അവർക്ക് മൊബൈലും അതുപോലെ തന്നെ ടി വിയുമാണ്. അന്നൊന്നും അങ്ങനെയല്ല. അന്ന് മൊബൈലോ അല്ലെങ്കിൽ ടി വിയോ ഒന്നുമില്ല. എല്ലാവരും ഉച്ചവരെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് ഓണക്കളി കാണാൻ പോവുക, അല്ലെങ്കിൽ തുമ്പി തുള്ളൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഏർപ്പെടും. ഇന്നതങ്ങനെയല്ല. ഇന്ന് ഓണക്കളിയോ അല്ലെങ്കിൽ തുമ്പി തുള്ളലോ അതുപോലെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇന്ന് ഓണസദ്യകൾ എല്ലാവരും ഒരുക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പൂക്കളം ഇടുന്നതോ അല്ലെങ്കിൽ തൃക്കാരപ്പന വയ്ക്കുന്നതോ അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും അധികം കാണാൻ സാധിക്കുന്നില്ല. ഓണക്കളികളോ അതൊന്നും കാണാൻ സാധിക്കണില്ല. അതിൻ്റെ സ്ഥാനത്തൊക്കെ ഇന്ന് മൊബൈൽ ഫോണും ലാപ്ടോപ്പും അതുപോലെ തന്നെ ടി വിയും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇന്ന് വളരെ വ്യത്യാസമായ രീതിയിലാണ് ഓണത്തെ നമ്മൾ വരവേൽക്കുന്നത്. ഇന്ന് വീടുകൾ തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓണത്തിന് തന്നെ പ്രസക്തി നഷ്ടപ്പെടാവുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് വീടുകൾക്ക് സ്ഥാനത്ത് ഫ്ലാറ്റുകളായി. ഫ്ലാറ്റുകളിൽ പൂക്കളം ഇടുന്നതോ അല്ലെങ്കിൽ തൃക്കാരപ്പന വയ്ക്കുന്നതോ ആയ ഒരു സംവിധാനം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് വീടുകൾ ലധികവും ഇന്ന് ഇത്തരം കാര്യങ്ങൾ ആഘോഷിക്കുന്നതിന്, ഭക്ഷണം ഒരുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും പൂക്കളം ഇടുന്നതോ തൃക്കാരപ്പന വയ്ക്കുന്നതോ ആയ സംവിധാനങ്ങളൊക്കെ വളരെ മാറ്റം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വരും തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മളുടെ മലയാളികളുടെ ആഘോഷമാണ്. കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കണം. അത് ജാതിയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഓണം ആഘോഷിക്കുന്നത്. ഈ ഓണം എന്ന് പറയുന്നത് കാർഷികോത്സവമാണ്, മലയാളികളുടെ ഉത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരിലേക്കും എത്തിക്കാനും അതിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാനും കുട്ടികൾക്ക്, വരും തലമുറയിലുള്ള കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അതിന് വേണ്ടതായ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതും മുതിർന്നവരുടെ കടമയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും അറിയിച്ചു കൊള്ളുക.